ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഗ് മോമോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മോമോസ് ആക്കേണ്ട മൈദ കുറച്ച് പാത്രത്തിലിട്ട് കുഴക്കണം. അപ്പോൾ നമുക്ക് മൈദ ഇടാം. ഓക്കെ, നമുക്കിനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ കുഴക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് നമുക്ക് ഈ മൈദേൻ്റെ അകത്തിടണം. ഉപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം എടുക്കാം, ഇതിൻ്റെ അകത്തോട്ടേക്ക് വയ്ക്കാം. നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുഴക്കാം. അപ്പം നമ്മൾ മൈദയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുകളിൽ എണ്ണയിൽ എന്ത് വെച്ച് ഒന്ന് റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മൾ ആ മൈദ റെസ്റ്റിന് വെച്ച ടൈം കൊണ്ട് അടുപ്പൊന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ അടുപ്പെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കത്തിക്കാം. അപ്പോൾ ഇതൊന്ന് കത്തി വരട്ടെ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി എടുത്തിടാം. നല്ലോണം ബാത്തി കൊടുക്കാം. നമുക്കിത് നല്ലോണം വാട്ടാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം എടുത്തിടാം. അപ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ അകത്ത് ഇടാം. അപ്പം നമുക്ക് നല്ലോണം നിറച്ച് കൊടുക്കണം. നമുക്കിനി ക്യാരറ്റും ക്യാബേജും കൂടി ഇടാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം.
നമുക്ക് ഇതിൻ്റെ അകത്ത് ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പിടാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിക്കാം. നമുക്കിതിൽ ടൊമാറ്റോ സോസ് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മോമോസിന് വേണ്ട മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റിന് വെച്ച മൈദ ഉണ്ടയാക്കി പരത്തി വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ച മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിത് മോമോസിന് വേണ്ട രീതിയിൽ വലിപ്പത്തിൽ ഉണ്ടയാക്കി എടുക്കാം. A few moments later. അപ്പോൾ നമ്മൾ ബോളാക്കി വെച്ച സാധനമെല്ലാം മൈദയെല്ലാം പരത്താൻ പോവുകയാണ്. നമ്മൾ മൈദപ്പൊടിയെല്ലാം ഇട്ട് പരത്താം. അപ്പോൾ നമുക്കിനി ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇത് റൗണ്ടിൽ മുറിച്ചെടുക്കാം. നമ്മൾ വലിയ റൗണ്ടാക്കിയോണ്ട് നമുക്ക് കുറേ ആക്കാം. ഇതിൻ്റെ തന്നെ എടാ അപ്പോൾ നമുക്ക് ഈ റൗണ്ടാക്കിയ മൈദയിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇട്ടാൽ മതി. നമുക്കപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഉപ്പരം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഓയിലിൽ പൊരിച്ചെടുക്കാം. നമുക്കിത് വേണ്ട ഷേപ്പിലുള്ള പോലെ ആക്കാം. നമുക്കിത് ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെയെല്ലാം ആക്കി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കാം. പീസ്. അപ്പോൾ നമുക്ക് ഗൈസ് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മോമോസ് പൊരിക്കാനുള്ള ഭാഗത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി മോമോസ് നമുക്ക് ഈ എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഡീപ്പ് ഫ്രൈ ആവണം. നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിനി ഈ സെറ്റ് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വായിലയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ മോമോസ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത സെറ്റ് മോമോസ് ഇട്ട് കൊടുക്കാം. നല്ലോണം പൊരിഞ്ഞ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മോമോസ് എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ലാസ്റ്റത്തെ റൗണ്ട് കോരിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മോമോസും റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ മോമോസെല്ലാം ഇവിടെ റെഡിയായി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോസെല്ലാം വെച്ചിട്ട് അടിപൊളി സോസ് വെച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കാം. അങ്ങനെയുണ്ട്. ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല മസാലയാണ്. മസാല നല്ലോണം പിടിച്ചിട്ട് അടിപൊളിയല്ലേ? അടിപൊളി. അപ്പോൾ സാധനം കിടക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി മോമോസാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ
കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇതിനും നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ. മറ്റേ പതിവുകൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ മോമോസ് എടുത്തിട്ടുണ്ട്.